പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NS+2 ഹ്യൂമാനിറ്റീസിന്റെ ഹിസ്റ്ററി കോഡ് നമ്പർ 315ന്റെ 18ാമത്തെ ചാപ്റ്ററാണ്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയിൽ വരുന്ന സാമൂഹിക മാറ്റങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന MCQ ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷം അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. പുതിയ സിലബസ് അനുസരിച്ച് പബ്ലിക് എക്സാമിന് 60% മാത്രം സിലബസ് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെന്റ് ചാപ്റ്ററാണ്. ഈ 60% പെടുന്ന ചാപ്റ്ററുകളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കുകയാണെങ്കിൽ അത് ഫുള്ള് MCQ ക്വസ്റ്റ്യൻസ് ആണ്. 20 ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ആണ്. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ എടുത്തുള്ള ഉണ്ടാവും, ട്രൂ ഓർ ഫാൾസ് ഉണ്ടാവും, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോവേഴ്സ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ആൻസറുകൾ കിട്ടണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിന്റെ 18ാമത്തെ ചാപ്റ്ററിൽ സോഷ്യൽ ചേഞ്ച് മോഡേൺ ഇന്ത്യയുടെ അടിയിൽ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 18.1, 18.2 അതിന്റെ ആൻസർ അതിൽ തന്നെ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ബോർഡിൽ എഴുതിക്കുന്നത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കും. പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരും. മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ആൻസർ നിങ്ങൾക്ക് ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നെയിം സം ഇമ്പോർട്ടന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഓറിയന്റലിസ്റ്റ് ആണ്. ഓറിയന്റലിസ്റ്റ് സ്ഥാപിച്ച ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത് കൽക്കട്ട മദ്രാലിസ് 1781. അതുപോലെ എസ്തറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ 1784. സംസ്കൃത കോളേജ് ഓഫ് ബനാറസ് അത് 1774. രണ്ടാമത്തെ ചോദ്യം ഹൂ എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് വില്യം കോളേജ്? ആരാണ് ഫസ്റ്റ് വില്യം കോളേജ് സ്ഥാപിച്ചത്? ലോർഡ് വെല്ലസിയാണ്. മൂന്നാമത് വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ? ഏത് രാജ്യത്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ടത്? ഇംഗ്ലണ്ടിലാണ്. നാലാമത് വിച്ച് ആക്ട് അബോളിഷ് ദി മൊണോപ്പൊളി? ഏത് ആക്ടാണ് അബോളിഷ് ചെയ്തത്? മൊണോപ്പൊളി ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓവർ ദി ഇന്ത്യൻ ട്രേഡ്. ചാർട്ടർ ആക്ട് ആണ്. 1713 ചാർട്ടർ ആക്ട്. അഞ്ചാമത്തെ ചോദ്യം വിച്ച് ആക്ട് ആസ്ക്ഡ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു സ്പെൻഡ് 1 lakh rupees ആനുവലി എഡ്യൂക്കേഷൻ? ഏത് ആക്ട് ആണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ 1 ലക്ഷം രൂപ ആനുവൽ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചത്? TB മാക്വെല്ലി. അല്ല ഏത് ആക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്? ചാർട്ടർ ആക്ട് ആണ്. ചാർട്ടർ ആക്ട് 1813. അടുത്തത് ഹൂ വാസ് ദ മോസ്റ്റ് ആക്റ്റീവ് പ്രൊപ്പണന്റ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ? ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മേഖലയിൽ ഉയർന്നു വന്ന ആള്? TB മാക്വെല്ലി എന്ന് പറയുന്ന ആളാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് വാസ് ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ? ഏതാണ് ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ ഇന്ത്യ? വെൻ വാസ് പബ്ലിഷ്? ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഏതാണ്? ദി ബംഗാൾ ഗസറ്റി 1780. PSC ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. ബംഗാൾ ഗസറ്റി 1780. ഇനി ഇതിൽ വൺ വേർഡ് ഉണ്ട്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. വരുന്ന വീഡിയോയിൽ നമ്മുടെ ഹിസ്റ്ററി മാത്രമല്ല എല്ലാ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ലഭിക്കും. അത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വിഷയങ്ങളുടെ മലയാളത്തിലുള്ള ഗൈഡുകൾ ആവശ്യമുള്ളത് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ഗൈഡുകൾ, അസൈൻമെന്റുകൾ, പ്രാക്ടിക്കൽ കൂടെ എല്ലാം നൽകുന്നുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ ഓൺലൈൻ ക്ലാസ്സോട് കൂടി ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് നമ്മുടെ ക്ലാസ്സുകൾ വീക്ഷിക്കാവുന്നതാണ്. ലീവിന് നാട്ടിൽ വരുമ്പോൾ എക്സാം എഴുതാം. അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC+2 നൽകുന്നുണ്ട്. ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങളും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.